മോനെ, നീ വന്നു പോയിട്ട് ഇപ്പൊ 5-6 മാസമായില്ലടാ. എനിക്ക് നിങ്ങളിലേക്ക് ഒന്ന് കാണാൻ തോന്നുന്നു. മോൻ ലീവ് കിട്ടുമ്പോ അവളെയും കുഞ്ഞിനെയും കൂട്ടി ഒന്ന് വാടാ. ഞാൻ അങ്ങോട്ട് വെറ്റേഷൻ നീയോട്ട് സമ്മതിക്കുന്നില്ല. അമ്മ പറയുന്ന പോലെ ഇടയ്ക്ക് വന്നു പോയത് അടുത്താണാ. 10-60 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ദൂരം അമ്മ ബസ്സിൽ വന്ന് ഛർദിച്ച് പണി തീരും. അതാ ഞാൻ വരണ്ട പറഞ്ഞ്. ലീവ് കിട്ടട്ടെ, ഞാൻ എല്ലാരും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അതല്ലടാ, പുറത്തിറങ്ങുമ്പോ ഓരോരുത്തർ ചോദിക്കുക, നിങ്ങൾ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന, മോന്റെ അടുത്ത് പോയിക്കൂടെ എന്നുള്ളത്. ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കാൻ എന്താ അവരോട് മറുപടി പറയാ? ആൾക്കാർക്ക് എന്താ പറയാൻ മേല? അവിടെ എത്ര മരങ്ങളുള്ളതെന്നറിയോ? കണ്ണ് തെറ്റിയ കട്ടോണ്ടോ അത്ര കള്ളന്മാരല്ലേ. അതിന് വേണ്ടി ഒരു സെക്യൂരിറ്റി ഒക്കെ വെക്കാൻ പറ്റുമോ? എത്ര പൈസ കൊടുക്കണം പറഞ്ഞാ? ഒന്നിനും നമ്മുടെ തറവാടല്ലേ. അമ്മ കുറച്ചു നേരം അവിടെ ഇരിക്കും, ബാക്കി എന്താ പഠിച്ച ഞാൻ പറയാ. എന്നാൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഇങ്ങോട്ട് വാടാ. എനിക്ക് കാണാൻ കൊതിയായിട്ടല്ലേ. ലീവ് കിട്ടുമ്പോ വരാറില്ലമ്മേ. ആ കൂടെ ഒരു ഞായറാഴ്ച ലീവ് കിട്ടുക, ഞങ്ങൾ പുറത്തിറങ്ങിക്കുക. ആ സമയത്താണ് അമ്മ വിളിച്ച് വെറുതെ. ആ ശരി ശരി എന്നാ. ആ എന്തൊരു കഷ്ടം അത്. എന്താ കേട്ടാ അത്ര നേരമായിട്ട് റെഡി ആയില്ല? രാവിലെ തന്നെ അമ്മ വിളിച്ച് വെറുപ്പിച്ചടി. അമ്മയോ? എന്താ പറഞ്ഞിട്ട്? എന്താ പറയാ അറിയില്ലേ, ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയി നിൽക്കാൻ പറ. അമ്മ ഇങ്ങോട്ട് വരാനോ? അത് ശരിയാവില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിണ്ട്. നീ എന്റെ ഡ്രസ്സ് കാര്യം ചെയ്ത് വെച്ചോ? ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഏട്ടൻ വാ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ പേപ്പറും വായിച്ചുകൊണ്ടിരുന്നോ? ജോലിക്കാരി പോയിട്ട് ഒരാഴ്ചയായില്ലേ. കുഞ്ഞിനെയും വീട്ടുപണിയും കൂടി എനിക്ക് ഒറ്റയ്ക്ക് ആവുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ജോലിക്കാരനെ ആക്കേട്ടാ. ഞാൻ നോക്കുന്നില്ല എന്നാണ് നിന്റെ വിചാരം? നല്ലൊരു ജോലിക്കാരന് കിട്ടണടി. 10-30,000 രൂപ ചോദിക്കുന്നത്. പൈസ കൊടുത്താലും പോട്ടെ, വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ വേണ്ടേ? അതൊക്കെ ശരിയാ, 10-30,000 എന്തായാലും ആവും. അല്ല, നിങ്ങളുടെ അമ്മ എന്തായാലും ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. നമുക്ക് അവരിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നാലോ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെയും നോക്കാം, വീട്ടിലെ പണിയാവും. നീ പറഞ്ഞ കാര്യം കേട്ടോ. എന്തായാലും നാട്ടുകാരൊക്കെ ചലച്ചു തുടങ്ങിയിട്ടുണ്ട് അമ്മനെ ഒറ്റയ്ക്കാക്കിയതുകൊണ്ടേ. അപ്പൊ അവരിന് വായു അടയ്ക്കാം. ഒരു ജോലിക്കാരി ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ ഇന്നെ പോയി നോക്ക്, വിളിച്ചിട്ടോ. ശരിയാ, ഇതും പറഞ്ഞ വിളിക്കണം. ഞാൻ വേറെ കാര്യം പറഞ്ഞ് വിളിക്കാം. ചേട്ടാ, അമ്മ നന്നായി പണിയെടുക്കുന്നുണ്ടല്ലോ. ഇത് അങ്ങനെ എന്നെ നേരത്തെ കൊണ്ടുവരായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എത്രയോ ജോലിക്കാരുടെ പൈസ നമുക്ക് ലാഭമായിരുന്നു. അല്ലെങ്കിൽ അമ്മ അങ്ങനെ തന്നെ അടി. ഞങ്ങളൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അവിടെ എല്ലാ പണിയെടുക്കുന്ന അമ്മേ. പിന്നെ നീ അധികം സഹായിക്കുന്നു വേട്ടോ, ബാക്കിയെല്ലാം അമ്മ ഒറ്റയ്ക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ അമ്മ വന്നതിന് ശേഷം ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല. വളരെ റെസ്റ്റ് കിട്ടുന്നു. മക്കളെ, സമയായില്ലേ? ഭക്ഷണം എടുത്ത് വെക്കട്ടെ. ഞങ്ങളെ വരാം. അമ്മ എടുത്ത് വെച്ചോ. സുമതി, ഇനി ഞാൻ അങ്ങോട്ട് വരില്ല കേട്ടോ. എന്റെ മോന് ജോലി മാറ്റം കിട്ടി, ഡൽഹിയിലേക്കാ മാനേജറായിട്ട്. ഞങ്ങൾ എല്ലാവരും പോകാൻ നിൽക്കുക. അതപ്പോ ഇറങ്ങാനായി. പിന്നെ ഫ്ലൈറ്റിലാ പോകുന്നത്. അതിപ്പോ എനിക്ക് എങ്ങനെയാണ് എന്താ ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ എല്ലാവരോടും പറയണം കേട്ടോ, ഞാൻ ഇപ്പൊ ഒന്നും അങ്ങോട്ട് വരില്ല എന്നുള്ളത്. എന്റെ അടുത്ത് അവരുടെ നമ്പർ ഒന്നും ഇല്ല. പിന്നെ അവിടെ തേങ്ങ പോയിന നീ മുഴുവൻ എടുത്തോട്ടോ, അവിടെ നിന്ന് എടുത്തു വെക്കല്ലേ. പിന്നെ മുറ്റം ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചു വിടണേ. ശരി എന്നാ ശരി, എല്ലാവരോടും ഒന്നും കൂടി പറയണേ. ശരി ശരി ശരി. അല്ല മോനെ, നമ്മൾ എയർപോർട്ടിലേക്കല്ലേ പോകുന്നത്? ഇത് നമ്മുടെ തറവാട്ടിലേക്ക് പോകുന്ന വഴി പോലെ ഉണ്ടല്ലോ.
അമ്മ ഒന്ന് ഇറങ്ങി. കുഞ്ഞിസാടുന്നു അമ്മ മാത്രം ഇറങ്ങുന്നുള്ളൂ. അതമ്മ ഡൽഹിയിലെ നല്ല തണുപ്പാണ് ഇപ്പൊ. അമ്മ ഒന്നാമത് വയസ്സായല്ലേ, അമ്മയ്ക്ക് കാലാവസ്ഥയായിട്ട് ചേരില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ ഇരുന്നോ. പിന്നെ ഇവിടെ അടയ്ക്കും തേങ്ങയൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഒരു അടയ്ക്കും തേങ്ങയും വെറുതെ കൊടുക്കരുത്, എല്ലാം അട്ടത്തിട്ട് വെച്ചായി. ഞാൻ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമ്മ ചെല്ലാം, ഞങ്ങൾ ഫ്ലൈറ്റിന് ടൈമായി. അങ്ങോട്ട് എന്തെങ്കിലും കമ്പനി കോട്ടേഴ്സ് കൊണ്ടേ അവർ തന്നെ അവിടെ പണിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെറുതെ തന്നെ പൈസയും ചെലവാക്കി അമ്മയെ കൊണ്ടുപോകുന്നില്ലേ. ശരിയാ, എന്നാലും വീട് നോക്കാൻ ഒരാളായല്ലോ. മക്കൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഇതുപോലെ അമ്മമാരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി മക്കൾ എത്ര അമ്മമാരെ അവഗണിച്ചാലും ഒരു വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്താലും അതിലൊന്നും ഈ അമ്മമാർക്ക് ഒരു പരാതിയോ പരിഭവമോ ഉണ്ടായില്ല. കാരണം ഈ അമ്മമാർ ജീവിക്കുന്നത് തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.